പാലായിൽ നിന്നും ആദ്യമായിട്ടൊരു സമുദ്ര സദ്യ കഴിക്കാനാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഈരാറ്റുപേട്ട പാലാ റൂട്ടിലെ ഹോട്ടൽ കാളാഞ്ചി. അടിപൊളി സമുദ്ര സദ്യ ഇവിടെ കിട്ടുമെന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ കാണാം ഹോട്ടൽ കാളാഞ്ചിയിലെ സമുദ്ര സദ്യയുടെ വിശേഷങ്ങൾ. നമസ്കാരം. ഞങ്ങളെ വന്നത് ഹോട്ടൽ കാളാഞ്ചി. അവിടെ പുതുതായിട്ട് സമുദ്ര സദ്യ അതിൻ്റെ ഒരു ഇത് കേട്ടിട്ടാണ് വന്നത്. നമ്മുടെ പാലായിൽ ആദ്യമായിട്ടാണ് ഒരു സമുദ്ര സദ്യ. എന്നോടൊപ്പം ചേരുന്നത് ഈ ഹോട്ടലിൻ്റെ പ്രിയപ്പെട്ട ഓണറാണ്, മെൽബിനാണ് എന്നോടൊപ്പം ചേരുന്നത്. അപ്പം പ്രിയ മാനേജറും ഉണ്ട് നമ്മോടൊപ്പം ചേരുകയാണ്. അപ്പം എങ്ങനെയാണ് ഈ സമുദ്ര സദ്യ എന്നുള്ളൊരു ഐഡിയ? സദ്യ പാലായിൽ സീ ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് മെയിനായിട്ടും. ഫിഷ് കഴിക്കാൻ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഓണത്തോടനുബന്ധിച്ച് നമ്മളൊരു സീ ഫുഡായിട്ട് ഒരു സദ്യ കൊടുക്കാനൊരു ആഗ്രഹം തുടങ്ങിയതാണ്. വാഴയിൽ ആണ് കേട്ടോ നമ്മുടെ ഈ സമുദ്ര സദ്യ കൊടുക്കുന്നത്. വെജിറ്റേറിയൻ ഐറ്റംസ്, ഒപ്പം തന്നെ സമുദ്രത്തിലെ ഒട്ടുമിക്ക വിഭവങ്ങളും ഒരുക്കിക്കൊണ്ടുള്ള ഒരു കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ടാണ് കാളാഞ്ചി ഐറ്റംസ് വരുന്നുണ്ട്. 28 ഐറ്റംസ്. അപ്പം ചോറിൻ്റെ ആവശ്യമില്ല, ആവശ്യമില്ല. അതുപോലെ കറികൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇനി പോകുന്നത് ആ സീ ഫുഡ് എങ്ങനെയുണ്ട്, കാളാഞ്ചിയിലെ സമുദ്ര സദ്യ എങ്ങനെയുണ്ടെന്ന് നോക്കി. അപ്പോൾ കാളാഞ്ചിയിലെ അടിപൊളി സമുദ്ര സദ്യ എൻ്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഇതിനകത്ത് 26ഓളം കൂട്ടം കറികളാണ് ഇവിടെ ഉള്ളത്. സമുദ്ര സദ്യ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സദ്യ, ഒപ്പം സമുദ്രത്തിലെ എല്ലാ വിഭവങ്ങളും തന്നെയുണ്ട്. അതിനെക്കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്തുകയും വേണം. എങ്ങനെയാണ് ഇത്ര ഐറ്റംസ്? നമ്മുടെ ഇത്ര ഐറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓണത്തിന് ഓരോ വെറൈറ്റി നമ്മൾ ആൾക്കാർക്ക് കൊടുക്കുക എന്നുള്ളതാണല്ലോ. അവരുടെ സന്തോഷമാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ. അതനുസരിച്ചാണ് നമ്മൾ 26 ഐറ്റംസ് നമ്മുടെ കാളാഞ്ചി അവർക്ക് വേണ്ടി, നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ തുടങ്ങാം. നമുക്ക് പപ്പടം, പിന്നെ ഞാലിപ്പൂവൻ പഴം, അതുപോലെ കാ വറുത്തത്, പിന്നെ ചിപ്സ്, പിന്നെ അതിൻ്റെ വെറൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അച്ചാറാണ്. മീൻ അച്ചാർ, ചൂര അച്ചാർ, പച്ചടി, അവിയൽ, തോരൻ, പിന്നെ കക്ക റോസ്റ്റ്, അതുപോലെ മീൻ ഫ്രൈ. അത് വെറും മീനല്ല, കേര ഫ്രൈ ആണ് അതിൻ്റെ ഏറ്റവും വലിയ വെറൈറ്റി. പിന്നെ മീൻ പീര, 2 ഐറ്റംസുണ്ട്. മീൻ പീര, മത്തിപ്പീരയുണ്ട്, അതുപോലെ നെത്തോലി പീരയുണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് നെത്തോലി ഫ്രൈ. പിന്നെ ഇതാണ് പൂന്തൽ റോസ്റ്റ് ഉണ്ട്, വരട്ടിയ റോസ്റ്റും ഉണ്ട്. അതുപോലെ പിന്നെ നമ്മുടെ കളറിട്ട റോസ്റ്റും ഉണ്ട് ഇവിടെ. പിന്നെ ഞണ്ട് റോസ്റ്റ്, പിന്നെ വെറൈറ്റി, പിന്നെ ഇഞ്ചിപ്പുളി അച്ചാർ, നമ്മുടെ വെറൈറ്റിയാണ് ഇഞ്ചിപ്പുളി അച്ചാർ. പിന്നെ അതുപോലെ തന്നെ ചെമ്മീൻ റോസ്റ്റ്, പിന്നെ സ്പെഷ്യൽ നമ്മുടെ മോദക്കറി, വെള്ള മോദക്കറി. അങ്ങനെയാണ് നമുക്ക് 26 ഐറ്റംസാണ്. എനിക്കൊന്ന് സമുദ്രത്തിലെ എല്ലാ ഐറ്റവും ഇവിടെ ഉണ്ട്. സമുദ്രത്തിലെ എല്ലാ ഐറ്റംസും ഉണ്ട്. അടിത്തട്ടിലുള്ളതും മേൽത്തട്ടിലുള്ളതും എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ ഒരു കുടക്കീഴിൽ തന്നെ കിട്ടും. പിന്നെ അതുപോലെ തന്നെ കാളാഞ്ചി മപ്പാസ് ഉണ്ട്, കാളാഞ്ചി പൊള്ളിച്ചതുണ്ട്, കാളാഞ്ചി ഡ്രൈ ഉണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ വെറൈറ്റി ഐറ്റം. ഹോട്ടലിൻ്റെ പേര് പോലെ തന്നെ സമുദ്രത്തിലെ വിഭവങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അല്ലേ? പ്രത്യേകതയുണ്ട്. അതാണല്ലോ ഇവിടെ വരുന്ന തിരക്കുകളും. അതാണ് നമ്മുടെ കസ്റ്റമേഴ്സിനെ നമ്മളെ പിടിച്ചെടുത്താൽ നമ്മളെ ഏറ്റവും വലിയ സഹായിക്കുന്നത്. അതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കാളാഞ്ചി മപ്പാസും കരിമീൻ മപ്പാസും കഴിച്ച ആൾക്കാർ വീണ്ടും നമ്മുടെ ഹോട്ടലിൽ അതേ തിരക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണുന്നുണ്ട്. നമ്മൾ പാലായിൽ ആദ്യമായിട്ടാണ് ഒരു സമുദ്ര സദ്യ, നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തുന്നത്. പാലായിൽ ഒരു സമുദ്ര സദ്യ ഒന്ന് കഴിച്ചു നോക്കണം, അതറിഞ്ഞിട്ടാണ് നമ്മൾ കാളാഞ്ചിയിലേക്ക് എത്തുന്നത്. അപ്പോൾ പാലായിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു കാളാഞ്ചി വിഭവങ്ങൾ അല്ലെങ്കിൽ ഒരു സമുദ്ര സദ്യ ഒരുക്കണമെന്ന് തോന്നിയത്? പിന്നെ പ്രത്യേകിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് പാലായിലുള്ളത്. അതാണ് ടേസ്റ്റി ഒരുപാട് ഉൾക്കൊള്ളുന്ന ആൾക്കാരാണ് പാലായിലുള്ളത്. അതാണ് ഞങ്ങൾ വെറൈറ്റി എന്ന രീതിയിൽ ഞങ്ങൾ പരീക്ഷിച്ചതും അതിപ്പോൾ സക്സസ്ഫുള്ളാണ്. അതിൽ നിരവധി ആൾക്കാർ ഈ ഇത് ചോദിച്ചുകൊണ്ട് വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അതിന് ഏറ്റവും വലിയ സന്തോഷമുണ്ട്. അപ്പം നമ്മളെ ഈ ഒരു ശരിക്കും പറഞ്ഞാൽ ചോറിൻ്റെ ആവശ്യമില്ല, കറികൾ തന്നെ ധാരാളമാണ്, വയറ് നിറയും. അപ്പം കാളാഞ്ചിയിലെ ഒരു സമുദ്ര സദ്യ അടിപൊളിയാണ്. ഞാനിവിടെ നിന്ന് കഴിച്ചിട്ട് വരാം. നല്ലതായിരുന്നു. നല്ല ഫുഡായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. കുഴപ്പമില്ല. എങ്ങനെയുണ്ട് സമുദ്ര സദ്യ? ഉഗ്രൻ, അടിപൊളി. ഇനിയും വരും പിന്നെ തീർച്ചയായിട്ടും. സാറേ, എങ്ങനെയുണ്ടായിരുന്നു സമുദ്ര സദ്യ? നന്നായിട്ടുണ്ടായിരുന്നു.
അപ്പം നമ്മുടെ സമുദ്രസദ്യ മാത്രമല്ല കേട്ടോ കാളാഞ്ചിയുടെ അടിപൊളി അൽഫാം ഐറ്റംസും ഇവിടെ ഗംഭീരമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അഭിപ്രായമാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഒത്തിരി പേര് കഴിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. അവരോടെല്ലാം ചോദിച്ചപ്പോൾ നല്ല അഭിപ്രായം പറഞ്ഞത്. ചേട്ടാ പറഞ്ഞോ, അൽഫാം ഏതൊക്കെ ഐറ്റം ഉള്ളത്? അൽഫാം മാത്രമല്ല, അൽഫാം ബാർബിക്കുണ്ട്. അതുപോലെ അൽഫാമിൻ്റെ 9 വെറൈറ്റികൾ നമുക്കുണ്ട്. 9 വെറൈറ്റി എന്ന് വെച്ചാൽ കാന്താരി, പിന്നെ ഹണിയുണ്ട്, പെപ്പറുണ്ട്, ലെമനുണ്ട്, പിരിപിരിയുണ്ട്. അങ്ങനെ 9 വെറൈറ്റി ഐറ്റംസ് ആണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അതും വളരെ തുച്ഛമായ രീതിയിൽ നമ്മൾ അത് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഒരു സാധാരണപ്പെട്ട ആൾക്കാർക്ക് അത് കഴിക്കാവുന്ന രീതിയിലാണ് നമ്മളത് മെയിൻറ്റെയിൻസ് ചെയ്തേക്കുന്നത്. ഫുൾ വെറൈറ്റിയാണ്. ഇത് എന്നൊക്കെ ഐറ്റം കിടക്കുന്നത്? ഇത് ചിക്കൻ ടിക്ക, കബാബ്, തന്തൂരി, ആ ഐറ്റംസ് ആണ്. ഇതാണ് തന്തൂരി. ഇത് ചിക്കൻ ടിക്കയാണ്. ചിക്കൻ ടിക്കയുടെ പോർഷനാണ് ഇത് മൊത്തം കിടക്കുന്നത്. ഇതെല്ലാം വെറൈറ്റി ഫ്ലേവറാണ്. വെറൈറ്റി ഫ്ലേവറാണ്. നമുക്ക് കസ്റ്റമേഴ്സിന്റെ ഇഷ്ടമാണ് നമ്മുടെ ഇഷ്ടം. അതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്. ഇതപ്പം റുമാലിന്റെ റൊട്ടിയൊക്കെയാണ് റൊട്ടിയുണ്ട്, തന്തൂരി റൊട്ടിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പിന്നെ ബട്ടർ നാനും ഉണ്ട്, പിന്നെ റൊമാനിയ റൊട്ടിയുണ്ട്. എല്ലാ ഐറ്റംസും നമുക്ക് ഒരു കുടക്കീഴിൽ തന്നെ. അതിനുവേണ്ടി നമുക്ക് പ്രത്യേക വിങ് തന്നെ ഉണ്ട്, സ്റ്റാഫ് തന്നെ ഉണ്ട്. അതിന് നമ്മൾ ഇറക്കിയ ഹരിയാന പിന്നെ കബാബ് ഉണ്ട്. വെറൈറ്റി ആണ്, സബ് വെറൈറ്റി सब वेराइटी है, तंदूरी कबाब, अल्फाम, रोटी, नान, कुलचा, बटर कुलचा, प्लेन कुलचा और रुमाली। आप तंदूरी स्पेशलिस्ट है ना? तंदूरी स्पेशल है। हाँ, मैं मास्टर कुक हूँ। हाँ, അപ്പം വിപുലമായിട്ടുള്ള ഒരു വിങ്ങാണ് കേട്ടോ ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പുറത്ത് നമ്മുടെ ഈ ഹോട്ടലിനോട് ചേർന്ന് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പുറത്ത് സീ ഫുഡും ബാക്കിയുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ട്. ഇത് അപ്പോൾ എത്ര മണി വരെ ഉണ്ട് വൈകുന്നേരം? നമുക്ക് സ്റ്റാർട്ടിങ് നമ്മൾ 2 മണി തൊട്ട് നമ്മൾ ഈ ഐറ്റംസ് എല്ലാം തുടക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുപോലെ തന്നെ കസ്റ്റമർ എപ്പം വരുന്നു ആ രീതി വരെ നമുക്ക് കണ്ടിന്യൂ ചെയ്തു 10 മണി വരെ നമുക്ക് കണ്ടിന്യൂ പോകാൻ പറ്റും. സാധനം സ്റ്റോക്ക് പരിമിതമാണ്. പിന്നെ തീർന്നു പോയി കഴിഞ്ഞാൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഒന്നാമത് തന്തൂരിയും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ആൾക്കാർ നമുക്ക് ആകർഷിതമായി വരട്ടെ, നമ്മുടെ കച്ചവടങ്ങൾ മൂലമായി നടക്കട്ടെ എന്ന് നമ്മൾ തീർച്ചയായിട്ടും നല്ലൊരു അഭിപ്രായമാണ് കേട്ടോ. അപ്പം സീ ഫുഡ് കഴിക്കാം, കാളാഞ്ചി വന്നാൽ പലതുണ്ട് ഗുണം. സമുദ്രസദ്യ കഴിക്കാം, ഒപ്പം നേരെ അൽഫാം, തന്തൂരി അങ്ങനെയുള്ള ഐറ്റംസ്, മറ്റൊന്ന് ഓപ്ഷനുകൾ പലതാണ്. തീർച്ചയായിട്ടും. അപ്പം എല്ലാവരും വരിക കേട്ടോ, വരിക, ടേസ്റ്റ് ചെയ്യുക, വീണ്ടും വീണ്ടും വരിക. അപ്പോൾ കാളാഞ്ചിയിൽ രാവിലെ തൊട്ട് പ്രവർത്തന സജ്ജമാണ്. എന്തൊക്കെ ഐറ്റമാണ് കോമൺ ആയിട്ടുള്ളത്? 7 തൊട്ട് നമ്മുടെ ഷോപ്പ് ഓപ്പണിംഗ് ആണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് നമുക്ക് സ്റ്റാർട്ടിങ് അപ്പം, ഇടിയപ്പം, മസാല ദോശ, നെയ് റോസ്റ്റ്, പൂരി മസാല, പിന്നെ അതുപോലെ തന്നെ കപ്പ ബിരിയാണി, മീൻ, അതെല്ലാം നമുക്ക് സജ്ജമാണ്. 7 തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്. പിന്നെ എന്തൊക്കെ ഐറ്റമാണുള്ളത്? ബിരിയാണി, ഇവിടുത്തെ ഒരു ബിരിയാണി പ്രത്യേകതയുണ്ട്. ബിരിയാണി പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കലം ബീഫുണ്ട്, ചിക്കനുണ്ട്, കിഴി ബിരിയാണി ഉണ്ട്, കിഴി പൊറോട്ടയുണ്ട്, അങ്ങനെ കുത്തു പൊറോട്ടയുണ്ട്. അങ്ങനെ ഒരു വെറൈറ്റി വിങ്ങിലാണ് നമ്മൾ കൊടുത്തത്. അതിനുള്ള സജ്ജീകരണങ്ങളും കാര്യങ്ങളും ഷെഫും അതിനുള്ള കാര്യങ്ങളെല്ലാം വളരെ ടേസ്റ്റിയുമായിട്ട് നമുക്ക് പാലായിലെ ജനങ്ങൾക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള രീതികൾ നമുക്ക് ഇവിടെയുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ്. അതെ, പാലക്കാർക്ക് ശരിക്കും നല്ല ടേസ്റ്റുള്ള ഫുഡ് വേണം, അല്ല മീൻസ് നല്ല ടേസ്റ്റുള്ള ഫുഡ് വേണം, നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കണം, അല്ലേ? അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്. പാലക്കാട് ഏറ്റവും കൂടുതൽ ടേസ്റ്റി ആഗ്രഹിക്കുന്ന, വെറൈറ്റി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാളാഞ്ചി പൊള്ളിച്ചത്, കാളാഞ്ചി ഫ്രൈ, അത് കാളാഞ്ചി മപ്പാസ്, കരിമീൻ മപ്പാസ്, അതൊക്കെയാണ് ഏറ്റവും നല്ല വെറൈറ്റി. പിന്നെ നമുക്ക് വെറൈറ്റി ഓരോ ദിവസവും ഓരോ വെറൈറ്റി മീനാണ്. വറ്റത്തലയുണ്ട്, അങ്ങനെയുള്ള വറ്റക്കറിയുണ്ട്, അങ്ങനെ കിളിമീനുണ്ട്, കിളി ഫ്രൈ ഉണ്ട്, എല്ലാത്തിനും പൊള്ളിച്ച എല്ലാ ഐറ്റത്തിനും പൊള്ളിച്ചതുകൊണ്ട് നമുക്കൊരു 9 കൂട്ടം ഫ്രൈക്ക് വേണ്ടി 9 കൂട്ടം ഐറ്റംസ്, വെറൈറ്റി ഉള്ള കാര്യങ്ങൾ. നമ്മുടെ മത്സ്യ ശൃംഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് വെറൈറ്റി. ഏറ്റവും ഫ്രഷ് മീൻസ് ആണ് നമ്മൾ അല്ലോട്ടെ. അതുപോലെ വാടി, തങ്കശ്ശേരി, നീണ്ട അതുകൊണ്ട് ഫ്രഷ് ഐറ്റംസ് ആണ് നമ്മൾ എടുക്കുന്നത്. അല്ലാതെ നമ്മൾ വേറെ ഒരു വരുത്ത മീനും നമ്മളിവിടെ ഉപയോഗിക്കുന്നതേ ഇല്ല. അതുകൊണ്ട് ഫ്രഷ് മീനാണ് നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി. അതാണ് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റിയായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. പാലക്കാരെ പോലെ തന്നെ ഈ പ്രദേശത്തിന്റെ, അതായത് ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ടൂറിസ്റ്റ് പ്ലേസുകളും ഒക്കെ ഉള്ളതാണ്. വിവിധ ദേശങ്ങളിൽ നിന്നായിട്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ ഇതിലെ വന്ന് പോകുന്നുണ്ട്. അവരെല്ലാം ഇവിടെ കയറുന്നുണ്ട് അല്ലേ? വാഗമണ്ണ് വരുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പോയ ടീമുകൾ ലഞ്ചിന് വേണ്ടി ബ്രേക്ക് ചെയ്ത് നമ്മുടെ ഇവിടെ വന്ന് ലഞ്ച് കഴിച്ചു പോകുന്ന ആൾക്കാർ എത്രയോ അഭിപ്രായങ്ങൾ നമ്മൾ രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മളെ മനസ്സ് തുറന്ന് പറഞ്ഞു. അതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. അതാണ് ഈ ഹോട്ടലിലെ ഏറ്റവും വലിയ വിജയം. പാലായിൽ ആദ്യമായിട്ടും നല്ല അടിപൊളി, അതും സൂപ്പർ ടേസ്റ്റോടുകൂടി സമുദ്രസദ്യയാണ് ഹോട്ടൽ കാളാഞ്ചിയിൽ ഒരുക്കിയിരിക്കുന്നത്. ഈരാറ്റുപേട്ട പാലാ റൂട്ടിൽ ചെത്തിമറ്റത്താണ് ഹോട്ടൽ കാളാഞ്ചി സ്ഥിതി ചെയ്യുന്നത്. സമുദ്രസദ്യ മാത്രമല്ല കേട്ടോ, മറ്റ് വിഭവങ്ങളും അൽഫാമും, അതുപോലെ ബിരിയാണിയും, കലം ബിരിയാണിയും, കിഴി ബിരിയാണിയും ഉൾപ്പെടെയുള്ള മറ്റ് എല്ലാ ഫുഡും ഇവിടെ ലഭ്യമാണ്. അപ്പം വന്നവരൊക്കെ നല്ല അഭിപ്രായമാണ് കേട്ടോ പറയുന്നത്. അപ്പം അടിപൊളി സമുദ്രസദ്യയൊക്കെ കഴിക്കാനായിട്ട് എല്ലാവരും നേരെ കാളാഞ്ചിയിലേക്ക് പോകാം.